അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 16.5 ലക്ഷം രൂപയുമായി മദ്രാസ് സ്വദേശി പുനലൂരിൽ പിടിയിലായി. ശനിയാഴ്ച രാവിലെ ചെന്നൈയിൽ നിന്ന് വരുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 16,56,000 രൂപയുമായിട്ടാണ് ഇയാൾ പുനലൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് മദ്രാസ് സ്വദേശിയായ 59 വയസ്സുള്ള നവനീത് കൃഷ്ണയാണ് പിടിയിലായത്. കടത്തിക്കൊണ്ടുവന്ന പണത്തിന് ഉറവിടമോ മറ്റു രേഖകളോ ഹാജരാക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല. മധ്യവേനൽ അവധിയിൽ ട്രെയിനുകളിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ അന്യ സംസ്ഥാനത്തു നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽപ്പണവും എത്തുന്നതായി സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ പോലീസ് RPFുമായി ചേർന്ന് സംയുക്തമായി കഴിഞ്ഞ 2 മാസക്കാലമായി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ തുണി ബ്ലാക്കാണ് ഇതിൽ ഒരുപാട് ക്യാരി ഇത് പഴയതാണ് കേട്ടോ. ഇത് പഴയതാണ് യൂസ് ചെയ്ത് അതെ അതെ ലാറ്ററി ട്രെയിൻ അരണേ സകനഞ്ഞ അങ്ങോട്ട് പോയിരുന്നു സാപ്പാട് കഴിച്ചാ രാവിലെ ചെന്നൈയിൽ നിന്നും 5:30 പുനലൂരെത്തുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ പരിശോധന നടത്തിയവരെ ഒരാളെ സംശയാസ്പദമായ രീതിയിൽ കണ്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് പരിശോധിച്ചപ്പോഴത്തേന് അദ്ദേഹം തുണി കൊണ്ട് നിർമ്മിച്ച ഒരു ബെൽറ്റ് ടൈപ്പ് ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നതായി കാണുകയും അത് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ ക്യാഷ് ആണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അതിൽ 16 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളത് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. പുള്ളിക്കാരൻ്റെ പേര് നവനീത് കൃഷ്ണ എന്നാണ്. മധുര സ്വദേശിയാണ്. 63 വയസ്സ് പ്രായമുണ്ട്. ഇത് പുള്ളിക്കാരൻ മധുരയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്കാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ, മറ്റ് സോഴ്സുകളും ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ മാത്രമേ വെളിയാവൂ. ഇത് കഴിഞ്ഞ 10 മാസം തൊട്ട്, അതായത് ഒക്ടോബർ 2024 തൊട്ട് ഏകദേശം 1,40,00,000 രൂപയോളം നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന പൈസ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം ശക്തമായ രീതിയിൽ നടന്നു വരികയാണ്. പലതിൻ്റെയും സോഴ്സുകളെ കുറിച്ച് കൂടുതൽ ഇൻകം ടാക്സ്, സെൻട്രൽ ഏജൻസീസ് ഇവയെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പുനലൂർ റെയിൽവേ പോലീസ് SHO G ശ്രീകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ മോഹൻ, സവിൻ, RPF ഉദ്യോഗസ്ഥരായ ASI തില്ലൈ നടരാജൻ, ജേക്കബ് റെജി എന്നിവരടങ്ങിയ സംഘമാണ് ട്രെയിനിൽ പരിശോധന നടത്തിയത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.